നമസ്കാരം, വെൽക്കം ടു യൂക്ലിഡ് സ്പേസി. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ബലം എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട SCERTയിലെ പോയിൻറ്റ്സാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസിക്സിലെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു വെക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ബലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന: ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കപ്പെടുന്നു. അടുത്തത്: ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഇത് N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അടുത്തൊരു പ്രസ്താവന: 0.1 കിലോഗ്രാം അഥവാ 100 ഗ്രാം വസ്തുവിനെ തറനിരപ്പിൽ നിന്ന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം. ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ബലം പ്രയോഗിക്കപ്പെടുന്നു. അതുപോലെ ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഇത് N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഓക്കെ. അതുപോലെ 0.1 കിലോഗ്രാം അഥവാ 100 ഗ്രാം വസ്തുവിനെ തറനിരപ്പിൽ നിന്ന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം. അതുപോലെ നോക്കേണ്ട ഒരു പോയിൻ്റാണ്: ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നതെന്താണോ അതാണ് ബലം. ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നതെന്താണോ അതാണ് ബലം. അപ്പോൾ ഇതാണ് ബലത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ: സർ ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന: ഇംഗ്ലണ്ടിലെ വൂൾസ്തോർപ്പിൽ ജനിച്ചു. അടുത്തത്: അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ടവയാണ് ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണ നിയമം തുടങ്ങിയവ. 1705 സർ പദവി ലഭിച്ചു. അടുത്തത്: ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്തുത കൃതി ശാസ്ത്രലോകത്തിനൊരു വഴികാട്ടിയാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രസ്താവനകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇംഗ്ലണ്ടിലെ വൂൾസ്തോർപ്പിലാണ് ഐസക് ന്യൂട്ടൻ ജനിക്കുന്നത്. അതുപോലെ തന്നെ ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണ നിയമങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളാണ്. 1705 ഐസക് ന്യൂട്ടന് സർ പദവി ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കൃതിയുടെ പേര് മറക്കാതിരിക്കുക: ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഓക്കെ, അപ്പോൾ അതൊന്നും മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ വ്യത്യസ്ത തരം ബലങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്: മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവയുടെ പേശി ബലമാണ്. അടുത്തത്: കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം ഉപയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. അടുത്തത്: മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് സ്ഥിത വൈദ്യുത ബലം കാരണമാണ്. അടുത്തത്: പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. ഇത്തരം ബലമാണ് ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നാലും ഒന്നുകൂടി പറയാം: മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് പേശി ബലമാണ്. കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം പ്രയോഗിക്കുന്ന ഈ ബലമാണ് കാന്തിക ബലം. അതുപോലെ മുടിയിലുരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് സ്ഥിത വൈദ്യുത ബലമാണ്. സ്ഥിത വൈദ്യുത ബലം. ഓക്കെ, സ്ഥിത വൈദ്യുത ബലം. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. ഇത്തരം ബലമാണ് ഗുരുത്വാകർഷണ ബലം. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തത്: ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ പൊതുവെ യാന്ത്രിക ബലം എന്ന് പറയുന്നു. അടുത്തത്: ഒരു വസ്തുവിൻ്റെ മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം. അടുത്തത്: വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക ബലം. അടുത്തത്: വസ്തുക്കളുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ചലനവുമായി ബന്ധപ്പെട്ട ബലത്തെ പൊതുവെ യാന്ത്രിക ബലം എന്നാണ് പറയുക. യാന്ത്രിക ബലം എന്നാണ് പറയുക.
അതുപോലെ ഒരു വസ്തുവിൻ്റെ മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുക്കളുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. ഓക്കെ, അപ്പോൾ ഇവിടെ സമ്പർക്ക ബലത്തിനും സമ്പർക്കരഹിത ബലത്തിനും ഉദാഹരണങ്ങളുണ്ട്. അതേതൊക്കെ നോക്കാം. ആദ്യം സമ്പർക്ക ബലം. ട്രോളി തള്ളുന്നു, കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നു, നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് നിശ്ചലാവസ്ഥയിലാകുന്നു. ഇതൊക്കെ സമ്പർക്ക ബലമാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ട്രോളി തള്ളുന്നത്, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു, നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത്, ഇതൊക്കെ സമ്പർക്ക ബലമാണ്. അതുപോലെ സമ്പർക്കരഹിത ബലം. തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു, കാന്തം ആണിയെ ആകർഷിക്കുന്നു, മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് സ്കെയില് പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു. ഇതൊക്കെ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണബലം. അടുത്തത്, ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് ഉരുളൽ ഘർഷണം. ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റും ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, എന്നാലും ചെറിയ വ്യത്യാസമുണ്ട്. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണബലം. ഇനി ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണമാണ് ഉരുളൽ ഘർഷണം. ഉരുട്ടി നീക്കുമ്പോൾ ഉരുളൽ ഘർഷണം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആദ്യത്തേത്, ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണമാണ് നിരങ്ങൽ ഘർഷണം. അടുത്തത്, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ആ പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണമാണ് നിരങ്ങൽ ഘർഷണം. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉരുളൽ ഘർഷണത്തിനൊരു ഉദാഹരണമാണ് വാഹനങ്ങൾക്ക് ചക്രങ്ങൾ ഉപയോഗിക്കുന്നത് ഘർഷണം കുറയ്ക്കാനാണ്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതെന്തൊക്കെയെന്ന് നോക്കാം. ഘർഷണം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. തീപ്പെട്ടിക്കൊള്ളി തീപ്പെട്ടിയിൽ ഉരയ്ക്കുന്നു, വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു, തറയിലൂടെ നടക്കാൻ കഴിയുന്നു, വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകൾ ഇടുന്നു. അപ്പോൾ ഇതൊക്കെ ഘർഷണ ബലം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ ഘർഷണങ്ങൾ കൊണ്ട് ദോഷങ്ങളുണ്ട്. അതെന്തൊക്കെയെന്ന് നോക്കാം. യന്ത്രങ്ങളുടെ തേയ്മാനം, ടയർ തേഞ്ഞു തീരുന്നു, ഇന്ധന നഷ്ടം. യന്ത്രങ്ങളുടെ തേയ്മാനം, ടയർ തേഞ്ഞിരുന്നു, ഇന്ധന നഷ്ടമൊക്കെ ഘർഷണം കൊണ്ടുണ്ടാകുന്ന ദോഷ സന്ദർഭങ്ങളാണ്. അതുപോലെ തന്നെ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിന് ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഘർഷണം കൊണ്ടുണ്ടാകുന്ന ദോഷമുണ്ട്, ആ ദോഷം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നു. അടുത്തത്, ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെ സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നു. അടുത്തത്, ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ പ്രസ്താവനയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നു. ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ അഥവാ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നു. ഇനി ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെ സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് എന്നൊക്കെ പറയും. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. അതുപോലെ തന്നെ തോണി, വിമാനം, കാറ് എന്നിവ പ്രത്യേക ആകൃതിയിൽ രൂപീകരിക്കുന്നത് ധാരാരഹിതമാക്കലിന് ഉദാഹരണമാണ്.
വെളിച്ചെണ്ണ, ഗ്രീസ് എന്നിവ സ്നേഹകങ്ങൾക്ക് ഉദാഹരണമാണ്. വെളിച്ചെണ്ണയും ഗ്രീസും സ്നേഹകങ്ങൾക്ക് ഉദാഹരണമാണ്. ഖരാവസ്ഥയിലുള്ളൊരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അടുത്തൊരു ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം. അടുത്തത്, m കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം F=mg ആയിരിക്കും. ഇനി അടുത്തത്, ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപക മർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ മർദ്ദം എന്ന് പറയുന്നു. മർദ്ദത്തിൻ്റെ യൂണിറ്റ് Nm/m² അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയും. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി നോക്കാം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. അതുപോലെ തന്നെ m കിലോഗ്രാം മാസുള്ള വസ്തുവിൻ്റെ ഭാരം F=mg ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് F=mg. F=mg. ഇവിടെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സാണ്. m എന്ന് പറഞ്ഞാൽ മാസാണ്. അതുപോലെ തന്നെ g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുരുത്വാകർഷണ ത്വരണമാണ്. അതുപോലെ തന്നെ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപക മർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ മർദ്ദം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വ്യാപക മർദ്ദവും മർദ്ദം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ മർദ്ദം എന്ന് പറയുന്നു. അതുപോലെ മർദ്ദത്തിൻ്റെ യൂണിറ്റ് Nm/m² ആണ്, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് അളവുകളും പഠിച്ചു വയ്ക്കുക. മർദ്ദത്തിൻ്റെ യൂണിറ്റ് Nm/m² അഥവാ പാസ്കൽ. ഇവിടെ മർദ്ദം കാണാനുള്ള ഇക്വേഷനാണ് വ്യാപക മർദ്ദം ബൈ പരപ്പളവ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ പറഞ്ഞ G ഇല്ലേ, അതാണ് ഇവിടെ ഗുരുത്വാകർഷണ ത്വരണം. എന്ന് പറയുമ്പോൾ 9.8 m/s² ആണ് ഗുരുത്വാകർഷണ ത്വരണം. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ തെറ്റാതെ തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യം, പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ ഒരു പ്രസ്താവനയുമായി യോജിച്ച സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. ചോദ്യം ഒന്നുകൂടി നോക്കുക. പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ പ്രസ്താവനയുമായി യോജിച്ച സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. അതിലൊന്നാമത്തെയാണ് കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നു. അടുത്തത്, കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നു. യുദ്ധ ടാങ്കുകളുടെയും അതുപോലെ മറ്റു വാഹനങ്ങളുടെയും ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുന്നു. അടുത്തത്, തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായി നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 2ഉം 3ഉമാണ്. കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നു. അതുപോലെ യുദ്ധ ടാങ്കുകളുടെയും അതുപോലുള്ള മറ്റു വാഹനങ്ങളുടെയും ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ആ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഈ പറഞ്ഞ 2ഉം 3ഉം എന്ന പ്രസ്താവന. അതുപോലെ തന്നെ 1ഉം 4ഉം പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. അതിനുദാഹരണമാണ് കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നതും യുദ്ധ ടാങ്കുകളുടെയും അതുപോലെയുള്ള മറ്റു വാഹനങ്ങളുടെയും ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. അങ്ങനൊരവസ്ഥയുണ്ട്. പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടും. അതാണ് കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നതും തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ആണിയൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. കത്തിയുടെ വായ്ത്തല കനം കുറച്ച് നിർമ്മിക്കുന്നതും തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായിട്ട് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ആ ഒരു പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ശരിയായ രീതിയിൽ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ തെറ്റാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിൽ പറയുന്ന ഈ കാര്യം തന്നെയാണ്. ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ
മർദ്ദം കുറയുന്നു, പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. അടുത്തൊരു ചോദ്യം, ദ്രാവക മർദ്ദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആദ്യത്തെ പ്രസ്താവന എങ്ങനെയാണ്? ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ ദ്രാവക മർദ്ദം എന്ന് പറയുന്നു. അതുപോലെ ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. അടുത്തൊരു പ്രസ്താവന, ദ്രാവക രൂപത്തിൻ്റെ ഉയരം h, ദ്രാവകത്തിൻ്റെ സാന്ദ്രത d, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം g ആയാൽ ദ്രാവക മർദ്ദം അഥവാ P h/dg, അതായത് ഉയരം ഇൻറ്റു സാന്ദ്രത ഇൻറ്റു ഗുരുത്വാകർഷണ ത്വരണം. ഓക്കെ, ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. അതുപോലെ തന്നെ ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ ദ്രാവക മർദ്ദം എന്ന് പറയുന്നു. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ ദ്രാവക മർദ്ദം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, യൂണിറ്റ് പരപ്പളവിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ദ്രാവകം അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. എല്ലാ വശങ്ങളിലേക്കും ദ്രാവകം ചെയ്യുന്നുണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ ദ്രാവക രൂപത്തിൻ്റെ ഉയരം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം, ഇതൊക്കെ വെച്ചിട്ട് ദ്രാവക മർദ്ദം P h/dg. ഇവിടെ h എന്ന് പറഞ്ഞത് ഹൈറ്റാണ്, d എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അഥവാ സാന്ദ്രത, ഇനി g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ത്വരണമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ വാല്യൂ 9.8 m/s² എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ യൂണിറ്റ് പരപ്പളവിലുള്ള ദ്രാവക രൂപത്തിൻ്റെ ഭാരത്തിന് ആനുപാതികമാണ് ദ്രാവകമർദ്ദം. ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രാവക രൂപത്തിൻ്റെ ഉയരം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്നിവ. അപ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് പരപ്പളവിലുള്ള ദ്രാവക രൂപത്തിൻ്റെ ഭാരത്തിന് ആനുപാതികമാണ് ദ്രാവകമർദ്ദം. അതുപോലെ ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രാവക രൂപത്തിൻ്റെ ഉയരം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്നിവ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരാവരണമുണ്ട്, ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷം. അടുത്തത്, അന്തരീക്ഷ വായുവിൻ്റെ ഗാഢത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവുമായിരിക്കും. അതിനാൽ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയും. അടുത്തത്, ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അടുത്തത്, അന്തരീക്ഷമർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ചത് ഓട്ടോ വാൻ ഗെറിക്കാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ പ്രസ്താവനകളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഭൂമിക്ക് ചുറ്റും വായുവിൻ്റെ ഒരാവരണമുണ്ട്, ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷം. അതുപോലെ അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവുമായിരിക്കും. അതിനാൽ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറയും. അപ്പോൾ ഇവിടെയൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അന്തരീക്ഷമർദ്ദം മുകളിലേക്ക് പോകുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുരൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അതുപോലെ അന്തരീക്ഷമർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ചത് ഓട്ടോ വാൻ ഗെറിക്കാണ്. ഈ ഒരു പോയിന്റ് നോക്കി വയ്ക്കുക. ഇതൊക്കെ ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കാം. അന്തരീക്ഷമർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ചത് ഓട്ടോ വാൻ ഗെറിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചുക. അടുത്തൊരു പ്രസ്താവന, അന്തരീക്ഷമർദ്ദവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്, ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിക്കുന്നു. അടുത്തത്, പർവ്വതാരോഹകർക്ക് ഉയരത്തിലേക്ക് പോകുന്തോറും മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത്, റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലത്തിൽ പതിപ്പിക്കാൻ സാധിക്കുന്നു. അടുത്തത്, സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നു. അപ്പോൾ ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ചോദ്യം എങ്ങനെയായിരുന്നു? അന്തരീക്ഷമർദ്ദവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? അതായത് ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്തരീക്ഷമർദ്ദം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം വസ്ത്രം പ്രയോഗിക്കുന്നതും ഈ അന്തരീക്ഷമർദ്ദവുമായി ബന്ധപ്പെട്ട് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ
പർവ്വത ആരോഹകർക്ക് ഉയരത്തിലേക്ക് പോകുന്തോറും മൂക്കിലൂടെ എന്ത് ചെയ്യും? രക്തസ്രാവം ഉണ്ടാകുന്നു. മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? അന്തരീക്ഷ മർദ്ദം കുറയും. മർദ്ദം കുറയുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു രക്തസ്രാവം ഉണ്ടാകുന്നത്. അതുപോലെ റബ്ബർ ചക്കരകൾ മിനുസമുള്ള പ്രതലത്തിൽ പതിപ്പിക്കാൻ സാധിക്കുന്നതും ഈ ഒരു അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭമാണ്. അതുപോലെ തന്നെ സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവിലുള്ള വായുരൂപത്തിൻ്റെ ഭാരത്തെ ഒരു അന്തരീക്ഷ മർദ്ദമായി കണക്കാക്കുന്നു. അടുത്തത്, ഇത് 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുള്ള രസയൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം. അടുത്തത്, അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാർ ആകുന്നു. അടുത്തത്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ പ്രസ്താവന ഒന്നുകൂടി നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായുരൂപത്തിൻ്റെ ഭാരത്തെ ഒരു അന്തരീക്ഷ മർദ്ദമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം. അപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. അതുപോലെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാർ ആകുന്നു. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ചോദ്യങ്ങളൊക്കെ ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് ബാറാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ഓക്കെ, അടുത്തൊരു ചോദ്യം, താഴെ പറയുന്ന സന്ദർഭങ്ങളെ സമ്പർക്ക ബലം എന്നും സമ്പർക്കരഹിത ബലം എന്നും തരംതിരിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ് സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നു, ബി മാവിൽ നിന്നും ഞെട്ടറ്റ മാങ്ങ വീഴുന്നു, അടുത്തത് ഭൂമി സൂര്യനെ ചുറ്റുന്നു, അടുത്തത് തറയിലൂടെ ഉരുളുന്ന പന്തിൻ്റെ വേഗം കുറയുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്. സമ്പർക്ക ബലവുമായി ബന്ധപ്പെട്ടാണ് സൈക്കിളിൽ ബ്രേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ തറയിലൂടെ ഉരുളുന്ന പന്തിൻ്റെ വേഗം കുറയുന്നത്. ഇതൊക്കെ സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ്. ഇനി സമ്പർക്കരഹിത ബലമാണെങ്കിൽ മാവിൽ നിന്നും ഞെട്ടറ്റ മാങ്ങ വീഴുന്നു, ഭൂമി സൂര്യനെ ചുറ്റുന്നതൊക്കെ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പൊങ്ങുന്നതിന് കാരണമാകുന്നതെന്ത്? ഉത്തരം പ്ലവക്ഷമ ബലമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന തെറ്റാണ്. പ്ലവക്ഷമ ബലമാണ്. പ്ലവക്ഷമ ബലം. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പൊങ്ങുന്നതിന് കാരണമെന്ത്? അതിന് പ്ലവക്ഷമ ബലമാണ് അതിന് കാരണം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഉത്തരം എങ്ങനെയാണ്? അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ടതാണ് ബാർ, അതുപോലെ ബാരോമീറ്റർ. ഇനി അടുത്തത് സ്നേഹകമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഘർഷണം, വെളിച്ചെണ്ണ. ഇനി അടുത്തത് തേങ്ങ താഴേക്ക് വീഴുന്നു, ഗുരുത്വാകർഷണം, സമ്പർക്കരഹിതം. ഓക്കെ, അതുപോലെ കാന്തം ആകർഷണമാണ്, അതുപോലെ വികർഷണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അതുപോലെ ബലവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി പോയിന്റ്സ് നോക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ SCRT-യുമായി ബന്ധപ്പെട്ട മറ്റ് ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ക്ലാസ്സുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു ക്ലാസ്സിലാണ്. ബൈ.